അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിൻ്റെ ഇരിക്കുന്ന ഈ കമ്പി കഷ്ണങ്ങൾ കണ്ടോ, അമ്മ ആക്രി കളയാൻ വേണ്ടി എടുത്ത് വെച്ചിരുന്ന കമ്പി കഷ്ണങ്ങളാണ്. അപ്പോൾ ഞാൻ ഇത് കുറച്ച് എടുത്തിട്ടുണ്ട്. ഇതെടുത്തേക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ആക്രി കളയുന്നതിന് പകരം ഇത് വെച്ച് നമുക്ക് അടിപൊളി നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ കുറച്ച് ടൂൾസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ടൂൾസ് ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയ്ക്ക് ഒരു 10 ലൈക്ക് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് എത്താൻ എല്ലാവരും സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ആദ്യമായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എന്തായാലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ അതിനകത്ത് ആദ്യം ചെയ്യാൻ പോകുന്നത് രണ്ട് പഴയ പൈപ്പുകൾ ഇപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് രണ്ടും ഒരുമിച്ച് വെച്ച് വെൽഡ് ചെയ്യുകയാണ്. ഇത് വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പഴയൊരു ഫാനിൻ്റെ കമ്പികളാണ്. അപ്പോൾ നമ്മൾ 2 ടാക്ക് അടിച്ചിട്ട് വളവുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നൂത്തെടുക്കണം. അപ്പോൾ ഞാനിത് വെൽഡ് ചെയ്ത് ഒറ്റ കമ്പിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ പഴയ ഫാനിൻ്റെ ലീഫ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇതിന് അത്യാവശ്യം നല്ല കട്ടിയുള്ള കമ്പിയാണ്. നമ്മൾ ഇപ്പോഴത്തെ ഫാനിൻ്റെയൊക്കെ ഇച്ചിരി കട്ടി കുറഞ്ഞ കമ്പിയാണ് വരുന്നത്. പക്ഷേ ഇത് പഴയ ഫാനിൻ്റെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല കട്ടിയുള്ള പൈപ്പാണ് ഇതിനകത്ത് അവർ കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് ഇത് ഉരുകിപ്പോയൊന്നുമില്ല, അത്യാവശ്യം നല്ല വെൽഡായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ബാക്കി കമ്പികളുടെ കട്ട് ചെയ്തെടുക്കാം. എൻ്റെ ഇടത്തെ കയ്യിലെ ഗ്ലൗസ് കാണുന്നില്ല, അപ്പോൾ അതിന് പറഞ്ഞാൽ ഇപ്പോൾ വലത്തെ കയ്യിൽ എടുത്തിട്ടേക്കാണ്. ഞാനിത് കട്ട് ചെയ്യുന്ന ഒരു 3.5 ഇഞ്ച് നീളത്തിൽ ഒരു 4 പീസുകളായിട്ടാണ്. അപ്പോൾ ഇത് ഏകദേശം 3.5 ഇഞ്ച് നീളത്തിൽ 4 പീസുകൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഈ കമ്പിയുടെ പട്ടയ്ക്കകത്ത് നിന്ന് ഞാൻ ഒരു 3.5 ഇഞ്ച് നീളത്തിൽ ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ച് ഈ പീസുകൾക്ക് നമുക്ക് ഇതിൻ്റെ എഡ്ജെല്ലാം ഷാർപ്പാക്കി കൊടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ കട്ടിംഗ് വീല് മാറ്റിയിട്ട് ഗ്രൈൻഡിങ് വീൽ ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയൊരു ബെഞ്ച് വൈസാണ്. ഈ ബെഞ്ച് വൈസിനകത്തോട്ട് വെച്ച് നമുക്ക് ഇതിൻ്റെ എല്ലാത്തിൻ്റെ എഡ്ജ് നമുക്ക് ഷാർപ്പായിട്ട് കൊടുക്കാം. നമ്മൾ അധികം അങ്ങ് ഷാർപ്പാക്കുന്നില്ല, ഏകദേശം ഈ ഒരു കനത്തിൽ മാത്രമേ ഷാർപ്പാക്കുന്നുള്ളൂ. നമ്മൾ ആ 4 കമ്പി പീസുകളും നല്ലതായിട്ട് ഷാർപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പട്ടയിലോട്ട് ഇതുപോണക്ക് വെച്ചിട്ട് വെൽഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ അതിൻ്റെ മണ്ടയിൽ ഇത് വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ആദ്യം വെൽഡ് ചെയ്ത് വെച്ച ഈ കമ്പി എടുത്ത് ഇതുപോണക്ക് വെൽഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ വെൽഡിങ്ങിൻ്റെ പരിപാടി മൊത്തം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്കിത് മൊത്തത്തിൽ നിന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ മണ്ണുമാന്തിയുടെ ഫുള്ള് ഗ്രൈൻഡിങ് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിരുന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാം. അങ്ങനെ മച്ചാന്മാരെ നമ്മുടെ ഇതിൻ്റെ പണി കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചെടിക്കൊക്കെ ഇങ്ങനെ മണ്ണ് മാന്താണ് ഉപയോഗിക്കുന്ന മണ്ണ് എന്ന് എനിക്കറിയത്തുള്ളൂ, അല്ല അതിൻ്റെ കറക്റ്റ് പേരെന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇതുണ്ടാക്കി എടുത്തിരിക്കുന്നത് നമ്മുടെ സാധാരണ വീട്ടിൽ നമ്മൾ ആക്രിക്ക് കൊടുക്കായിട്ടേക്കുന്ന വേസ്റ്റിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് വലിയ ഫിനിഷിംഗ് ഒന്നും കാണത്തില്ല, എന്നാലും നമുക്കത് യൂസ് ചെയ്യാൻ നല്ല അടിപൊളിയായിരിക്കും, നല്ല സ്ട്രോങ് ആണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതുകൊണ്ട് ആക്രിക്ക് കമ്പിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേസ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഇതുകൊണ്ടുള്ള യൂസ്ഫുള്ളായുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിന് വലിയ സ്കില്ലിൻ്റെ ആവശ്യമൊന്നുമില്ല. എനിക്കും വലിയ വെൽഡിംഗ് ഒന്നും അറിയത്തില്ല. വെൽഡിംഗ് ഞാൻ പഠിച്ചത്, പക്ഷേ ഒരു വെൽഡിംഗ് മെഷീൻ ഞാൻ മേടിച്ച് വെച്ചിട്ട് ഞാൻ സ്വയമായിട്ട് പഠിച്ചെടുത്താണ് ഇതൊക്കെ. അതുകൊണ്ട് കട്ടിംഗ് മെഷീനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതുകൊണ്ടുള്ള ആവശ്യമുള്ള അങ്ങനെയുള്ള ടൂൾസ് ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. ഇതൊന്നും വലിയ ആനക്കാര്യമൊന്നുമില്ല. ഇതിനൊക്കെ പുറത്തൊക്കെ എനിക്ക് തോന്നുന്നു ഫ്ലിപ്കാർട്ടിൽ തന്നെ ഞാൻ നോക്കിയ സമയത്ത് 200 രൂപ മേളിലായിരുന്നു ഇതിൻ്റെയൊക്കെ വില.
അപ്പോൾ നമുക്ക് ഇനിയും ഇതുകൊണ്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ ഇത് വെച്ച് ഇങ്ങനെയുള്ള കമ്പിയൊക്കെ വെച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് നിങ്ങൾ ഇനിയും കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുകൊണ്ട് ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.